ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടറ വൈദ്യരത്നത്തിന്റെ ഔട്ട്ലെറ്റായ സ്വസ്തി ആയുർവേദയിലാണ്. കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി സേവയെ പറ്റിയും അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും അതിന്റെ ഗുണഗണങ്ങളെ പറ്റിയും നമുക്ക് പരിചയപ്പെടുത്തുന്നത് സ്വസ്തിയിലെ ഡോക്ടറായ ജാസ്മിൻ ജെ ഫെർണാണ്ടസ് ആണ്. അപ്പൊ ഒരു ഡോക്ടർ പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. അപ്പം കർക്കിടക മാസത്തിൽ ഈ കർക്കിടക കഞ്ഞി സേവിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് പറയാമോ? കർക്കിടക മാസം എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് മഴ ഉള്ള ഒരു സമയമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നല്ലതായിട്ട് മഴ കിട്ടുന്ന ഒരു സമയമാണ്. ഒത്തിരി അസുഖങ്ങളും വരുന്നതാണ് അല്ലെ. പല പല പേരിലുള്ള പനികളൊക്കെ ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം ഈ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശേഷി കുറയുന്ന ഒരു സമയമാണ്, നമ്മളുടെ ദഹന ശേഷി കുറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക കഞ്ഞി എന്ന്, അതിനകത്ത് ഔഷധ കഞ്ഞി അല്ലെ മരുന്ന് കഞ്ഞി എന്നാണ് കർക്കിടക കഞ്ഞിയെ പൊതുവെ പറയാറ്. നമ്മൾ നോർമൽ ഒരു കഞ്ഞി കുടിക്കുന്നതിനേക്കാളും ഇതിനകത്ത് പല മരുന്നുകൾ ചേരുന്നുണ്ട്. അത് നമ്മുടെ ദഹനശക്തിയെ കൂട്ടുകയും അതുവഴി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുവഴി നമുക്ക് പല പനികളും പല അസുഖങ്ങളും ഈ കർക്കിടക മാസത്തിൽ അല്ലെ മഴക്കാലത്ത് വരുന്ന പല അസുഖങ്ങളെയും നമ്മുടെ ശരീരം തന്നെ പ്രതിരോധിക്കും. അതായത് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ശരീരം തന്നെ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ ഒന്ന് ബലപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞി സേവ ചെയ്യുന്നത്. അപ്പൊ ഡോക്ടർ, ഈ കഞ്ഞിയിൽ എന്തെല്ലാം ചേരുവകളാ ചേരുന്നതെന്ന് പറയാമോ? പറഞ്ഞുതരാം. ഞാനിന്ന് ഇവിടെ കഞ്ഞി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യരത്നം ഔഷധശാലയുടെ കർക്കിടക കഞ്ഞിയുടെ കിറ്റാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. ഈ വൈദ്യരത്നം ഔഷധ കഞ്ഞി കിറ്റിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞവരേരി, പിന്നെ പയറ്, ഉലുവ, ദശമൂലത്തിന്റെ ചത, പിന്നെ ഔഷധ കഞ്ഞി ചൂർണം. ഇത്രയുമാണ് ഈ കഞ്ഞി കിറ്റിനകത്ത് വരുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പാചക രീതി, അതൊന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഈ മരുന്ന് ദശമൂലം അതിനെ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ മരുന്നിനെ ആദ്യമേ കിഴി കെട്ടും. കിഴി കെട്ടുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. പിടിച്ചോളൂ. ഇത് ദശമൂലം നമ്മൾ കിഴി കെട്ടിയതാണ്. ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടെടുക്കാം. കഷായം തിളച്ചു എന്ന് നോക്കാം. അത്യാവശ്യമായിട്ടുണ്ട്. നമുക്ക് കിഴി മാറ്റി നമുക്ക് പയറും ഉലുവയും നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അതിനോടൊപ്പം തന്നെ ഞവരേരിയും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പൊ ഡോക്ടർ, ഈ പൊടിമരുന്നുകളൊക്കെ എപ്പോഴാണ് ഇത് ചേർക്കുന്നത്? ഇത് പാതി വേവാകുമ്പോൾ നമുക്ക് പൊടിമരുന്ന് ചേർക്കാം. അപ്പൊ ഈ പൊടിമരുന്നുകൾ എന്തെല്ലാം ചേരുന്നത്? അതിനകത്ത് മല്ലിയുണ്ട്, ജീരകമുണ്ട്, ചുക്കുണ്ട്, കുരുമുളകുണ്ട്, തിപ്പലിയുണ്ട്, ആശാളിയുണ്ട്. ഇങ്ങനെയുള്ള മരുന്നുകൾ ചേർത്തിട്ടാണ് ആ പൊടിമരുന്ന് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. പൊടിമരുന്ന് ഇടാനുള്ള സമയമായി തോന്നുന്നു. ആയിട്ടുണ്ട്, പാതി വേവായിട്ടുണ്ട്. കഞ്ഞി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഇന്ദുപ്പും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം. ഇത്രയും സമയം കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യത്തെ പറ്റിയും അതിന്റെ ഗുണഗണങ്ങളെ പറ്റിയും പറഞ്ഞു തന്ന സ്വസ്തിയിലെ ഡോക്ടറായ ജാസ്മിൻ ജെ ഫെർണാണ്ടസിന് നമ്മുടെ നന്ദി അറിയിക്കുന്നു.